കൊച്ചിയിൽ സ്വകാര്യ ബസ്സിടിച്ച് കോളേജ് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യും. അലക്ഷ്യമായി വാഹനമോടിച്ചതിന് ഡ്രൈവർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. വിവരങ്ങളുമായി സഹിൻ ആന്റണി ചേരുന്നു. സഹിൻ, എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത് എന്നാണ് മനസ്സിലാകുന്നത്? എന്തൊക്കെയാണ് ഈ ഡ്രൈവർക്കെതിരെ ഇപ്പോൾ സ്വീകരിക്കാൻ പോകുന്ന നടപടികൾ? ഇന്നലെയാണ് ലക്ഷ്മി എറണാകുളം നോർത്ത് ടൗൺ ഹാളിന് സമീപത്ത് വെച്ച് ഗോവിന്ദ് എന്ന് പറയുന്ന 18 വയസ്സുകാരൻ സ്വകാര്യ ബസ് ഇടിച്ച് മരണപ്പെട്ടത്. നന്നായി പഠിക്കുന്ന കുട്ടിയായിരുന്നു. ബികോം 1ാം വർഷ വിദ്യാർത്ഥിയായിരുന്നു. തേവര SH കോളേജിലെ വിദ്യാർത്ഥിയാണ്. മാത്രമല്ല ബാസ്കറ്റ് ബോൾ നന്നായിട്ട് കളിക്കുന്ന കുട്ടിയായിരുന്നു. അങ്ങനെ സമൂഹത്തിൽ വളർന്നു വരേണ്ട ഒരാളായിരുന്നു. പക്ഷേ ഈ ബസ്സുകളുടെ മത്സര ഓട്ടവും ഒപ്പം തന്നെ അമിത വേഗവുമാണ് ആ കുട്ടിയുടെ ജീവനെടുത്തതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ നിലവിൽ പോലീസ് അലക്ഷ്യമായി ബസ് ഓടിച്ചതിനാണ് ഡ്രൈവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. കൂടുതൽ അന്വേഷണം വേണമെന്ന് കുട്ടിയുടെ ബന്ധുക്കളും വീട്ടുകാരും എല്ലാം ആവശ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ അന്വേഷണത്തിനുള്ള ഒരു സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. നിലവിൽ ഇയാളുടെ പോലീസ് നിർദ്ദേശം നൽകും. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന് അത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടായിരിക്കും പോലീസ് നൽകുക. ലക്ഷ്മി, സഹിൻ ആന്റണിയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചപ്പോൾ.